ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അനൂസ് ഹാപ്പി കോർണർ. അപ്പം ഞാൻ എൻ്റെ തറവാട് ക്ഷേത്രവും ഈ തെയ്യക്കോലും ഒക്കെ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ സമൃദ്ധിയോട് കൂടിയിട്ടൊരു 100 വർഷം പഴക്കം ചെന്നിട്ടുള്ള ഒരു തറവാട് വീടൊക്കെ എനിക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത്തരം വിശേഷങ്ങളും ആ പഴമയൊക്കെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. പുല്ലൂർണ്ണൻ തെയ്യം എന്ന് ഞങ്ങൾ വിളിക്കപ്പെടുമെങ്കിലും പുലിയൂർ കണ്ണൻ എന്നാണ് ഈ തെയ്യത്തിൻ്റെ യഥാർത്ഥ പേര്. ദിവ്യ മൃഗരൂപികളുടെ ഗണത്തിൽപ്പെടുന്ന തെയ്യമാണ് പുലിയൂർ കണ്ണൻ തെയ്യം. പണ്ട് പാർവതി പരമേശ്വരന്മാർ പുലി ജന്മമെടുത്ത് ഭൂമിയിൽ വാണിരുന്നു. പുലികണ്ഠൻ എന്നും പുള്ളിക്കരിങ്കാളിയെന്നുമായിരുന്നു ആ മൃഗദമ്പതികളുടെ പേര്. ഇവർക്ക് 6 പുലി ദൈവങ്ങൾ ജനിച്ചു. അതിലൊന്നാണ് പുലിയൂർ കണ്ണൻ ദൈവം. അങ്ങനെ കുറേ നേരം തെയ്യമൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇതെൻ്റെ ഏറ്റവും ചെറിയ ആൻറ്റി, കുഞ്ഞാൻറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുക. കുഞ്ഞാൻറ്റിയും ടീമൊക്കെ അവതരിപ്പിക്കുന്ന നല്ല അടിപൊളി കിട്ടില്ലാൻ ഒരു കൈകൊട്ടി കളിയായിരുന്നു. നല്ല ഫ്യൂഷൻ, കുറേ സിനിമാറ്റിക് മൂമെൻറ്റ്സും ഒരു ക്ലാസിക്കൽ ടച്ചൊക്കെ വരുന്നൊരു നല്ല പൊളി ഡാൻസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കാരണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു. സോങ് മുഴുവനായിട്ട് ഇടുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു ഷോർട്ടായിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് വണ്ണാണ് എൻ്റെ രമ്യ ആൻറ്റി. നല്ല ഡാൻസായിരുന്നു കേട്ടോ, അവരുടെ ടീമൊക്കെ ചെയ്ത്. അങ്ങനെ തറവാട്ടിലൊക്കെ പോയി എല്ലാവരെയും കാണാനും ഇങ്ങനെ ഡാൻസൊക്കെ കാണാനും ഒക്കെ പറ്റി നല്ലൊരു ദിവസമായിരുന്നു അന്ന്. പിന്നെ എൻ്റെ വീഡിയോ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് പേരെങ്കിലും കാണാറുണ്ട്, എന്നെ അറിയുന്നവർ. അങ്ങനെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ചേച്ചിയും കൂടി എൻ്റെ അടുത്ത് വന്നു. അവർ ഞാൻ വീഡിയോയിൽ കാണിക്കേ, രാജേച്ചി എന്നാണ് ചേച്ചിയുടെ പേര്. ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷം, എൻ്റെ വീഡിയോ ഇങ്ങനെ കാണാറുണ്ട്, എന്നോട് എല്ലാത്തിനെയും ഞങ്ങൾ ഫാമിലി ആയിട്ട് കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങൾ പിറ്റേ ദിവസവും തറവാട്ടിലേക്ക് പോയി. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, മണിക്കുട്ടീൻ്റെ കൂടെയാണ് ഞാൻ പോയത്.
മലബാറിൽ കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യമാണ് പുല്ലൂർക്കാളി. പാർവതി പരമേശ്വരനായ പുലികണ്ഠൻ്റെയും പുള്ളിക്കരിങ്കാളിയുടെയും പെൺപുലിയാണ് പുല്ലൂർക്കാളി. തിരുമുടി നിലത്ത് മുട്ടി വണങ്ങി ഉറഞ്ഞാടുന്ന തെയ്യമാണ് പുല്ലൂർ കരിങ്കാളി. അത് നമ്മളുടെ കണ്ണുകൾക്ക് വളരെ ആനന്ദകരവും ഭയങ്കര ആസ്വാദകരവുമായിട്ടുള്ളൊരു കാഴ്ചയാണത്. എല്ലാ വർഷവും വിഷുവോടനുബന്ധിച്ച് ഞങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് തറവാട്. 100 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള ഒരു തറവാടാണ്. ഭയങ്കര സൗഭാഗ്യമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം ഒരു തറവാടിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതൊക്കെ. ഞാൻ പിന്നെ ഈശ്വരൻ, വേട്ടക്കൊരു മകൻ ഈശ്വരനാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊഴുത് ഇവിടുന്ന് മടങ്ങി. പ്രസാദം കൊടുക്കണം, പ്രസാദം കൊടുക്കണം. കൈവച്ച് കളയാതിരിക്കും വടാനുള്ള ഭാഗ്യം തന്നെ രക്ഷിക്കാട്ടോ. സന്തോഷമായി അനുപ്രഭൂതിരിക്കുന്ന പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ചങ്ങാതി ഞാനും മുൻകൈയെ കുടിച്ചിട്ടുണ്ട്, പുറം കൊഞ്ഞുകൊണ്ട് തട്ടിക്കളിയിട്ടുണ്ട്. അപ്പോൾ തെയ്യമൊക്കെ കണ്ട് ഞങ്ങൾ തൊഴുത് മടങ്ങുന്ന മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇളയമ്മയുടെയും അനിയൻ്റെയും പിന്നെ അവൻ്റെയൊക്കെ തുലാഭാരം ഉണ്ടായിരുന്നു, തുലാഭാരം നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടും കൂടി നിന്നു. അതിനോടൊപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ഈ രാജേച്ചിയുടെ വീഡിയോ ഞാൻ ഒന്നും കൂടെ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഞാൻ അവരെ വിട്ടത്. നമുക്ക് നമ്മളെ സ്നേഹിച്ച് ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എൻ്റെ കണ്ടൻറ്റിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ സബ്സ്ക്രൈബർ കൂടിയാണല്ലോ, അപ്പോൾ ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ആ ചേച്ചീനോട് സംസാരിക്കുകയും എൻ്റെ വീഡിയോയിലേക്ക് കാണിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അമ്മ കുറച്ച് ലേറ്റായിട്ടാണ് തെയ്യം കാണാനൊക്കെ വന്നത്. എന്നാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ തുലാഭാരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കണ്ടോ, ഇവിടുന്നാണ് തുലാഭാരം നേർച്ച ചെയ്യുന്നത്. അതിനിടയിൽ ഞാൻ പൊന്നൂൻ്റെ ഒക്കെ വീഡിയോ എടുത്തു. പിന്നെ അമ്മയുമായിട്ട് ഇങ്ങനെ കുറച്ച് എല്ലാവരും ഈ തറവാടും ക്ഷേത്രവും ഇങ്ങനെ വർഷത്തിൽ നടക്കുന്ന ഈ ഒരു തെയ്യം കെട്ട് മഹോത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ എല്ലാ കുടുംബത്തിലെല്ലാവരെയൊക്കെ ഇങ്ങനെ കാണാനും നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തിയാൽ എല്ലാ വർഷവും ഇത് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അനിയൻ പിന്നെ തുലാഭാര നേർച്ച നടത്തുന്നതാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഒരു നേർച്ച നടത്തേണ്ടത്. തുലാഭാരം നേർന്നു കഴിഞ്ഞാൽ അമ്മയും മോനും കൂടിയൊക്കെ, ചെറിയ വാവയാണല്ലോ, അപ്പം രമ്യാൻ്റെയും വാവയും കൂടി തെയ്യത്തിനോട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ നേർച്ച പൂർത്തിയാവുക. ഇതാണ് തുലാഭാര നേർച്ചയിൽ വരുന്നത്. എന്തെങ്കിലും വിഷമഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു നേർച്ച നേരുക, അമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ. അപ്പോൾ ആ സമയങ്ങളിൽ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ തുലാഭാര നേർച്ച കഴിഞ്ഞിട്ട് തെയ്യത്തിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഇളയമ്മയാണ്. ഇളയമ്മയും പിന്നെ ആവനും കൂടി ഇരിക്കുന്നുണ്ട് തുലാഭാരം നേരാനായിട്ട്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ തറവാടും ക്ഷേത്രവും തെയ്യമൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഫാമിലി മൊമെൻറ്റ്സും എൻ്റെ ഓർമ്മകളും കൂടിയാണ് ഞാൻ പങ്കുവെച്ചത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ, ടാറ്റാ.